ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നവംബർ 7, ഒന്നാമത്തെ വായനാഭാഗം. 2 ദിനവൃത്താന്തം 36 അധ്യായം. 36 അധ്യായം ദിനവൃത്താന്ത പുസ്തകത്തിലെ അവസാനത്തെ അധ്യായം കൂടിയാണ്. ഈ പുസ്തകത്തിൽ തന്നെ 4 രാജാക്കന്മാരുടെ ചരിത്രം ചുരുക്കമായി പറയുന്നുണ്ട്. യോശുവ രാജാവ് മരിക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നലെ വായിച്ച് അവസാനിപ്പിച്ചത്. ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ യോഹാസിനെ കൂട്ടിക്കൊണ്ട് അവരുടെ അപ്പന് പകരം യെരൂശലേമിൽ രാജാവാക്കുന്നത് വായിച്ചുകൊണ്ടാണ് ഇന്ന് 36 അധ്യായം ആരംഭിക്കുന്നത്. യഹോവാസ് 23 വയസ്സായിരുന്നു രാജാവാകുമ്പോൾ. 3 മാസം മാത്രമേ യെരൂശലേമിൽ രാജാവായി വാണുള്ളൂ. അപ്പോഴേക്കും മിസ്രയീം രാജാവായ ഈജിപ്ഷ്യൻ രാജാവായ നെഖോ വന്ന് അദ്ദേഹത്തെ രാജപ്രശ്നനാക്കുകയും അവിടുന്ന് മിസ്രയീമിലേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹത്തിൻ്റെ സഹോദരനായ എല്യാക്കീമിനെ രാജാവാക്കുകയും ചെയ്തു. എല്യാക്കീമിൻ്റെ പേര് യഹോയാക്കീം എന്ന് ആക്കുകയും ചെയ്തു. ഈ യഹോയാക്കീമിൻ്റെ കാര്യമാണ് അടുത്ത ഖണ്ഡികയിൽ പറയുന്നത്. യഹോയാക്കീം വായിച്ചു തുടങ്ങിയപ്പം 25 വയസ്സായിരുന്നു. 7 സംവത്സരം യെരൂശലേമിൽ രാജാവായിരുന്നു എന്നാണ് നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കുന്നത്. എന്നാൽ 2 രാജാക്കന്മാർ 23 അധ്യായത്തിൽ അതിൻ്റെ 36 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് 11 വർഷം യെരൂശലേമിൽ അല്ലെങ്കിൽ യഹൂദയിൽ രാജാവായിരുന്നു എന്നാണ്. ഈ യഹോയാക്കീം ദൈവത്തിന് അനുഷ്ഠമായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്. ഈ 11-ാം ആണ്ട് ആയപ്പോഴത്തേക്ക് ബാബേലിൽ നിന്ന് നെബൂഖദ്നേസർ രാജാവ് വന്ന് ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. അയാളുടെ മകനായ യഹോയാക്കീമിന് പകരം രാജാവായി മകൻ. അപ്പോൾ പ്രവാസത്തിലേക്ക് പോയ ആദ്യത്തെ സംഘം അല്ലെങ്കിൽ ആദ്യമായി പ്രവാസത്തിലേക്ക് പോകുന്ന യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ അവസാനത്തിലാണ്. അത് കഴിഞ്ഞ് യഹോയാക്കീം വാഴ്ച തുടങ്ങി. അവന് 8 വയസ്സായിരുന്നു. അവൻ വെറും 3 മാസം 10 ദിവസം മാത്രം യെരൂശലേമിൽ രാജാവായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും നെബൂഖദ്നേസർ വീണ്ടും ആളയച്ച് അവനെയും അവൻ്റെ മനോഹരമായ ഉപകരണങ്ങളെയും സഹോദരന്മാരെയും അമ്മയെയും ഒക്കെ പിടിച്ചുകൊണ്ട് 2ാമത്തെ സംഘത്തെ ബാബേലിലേക്ക് കൊണ്ടുപോയി. ഇതെല്ലാം യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അറിയിച്ച കാര്യമാണ്. 70 വർഷം എന്ന് തന്നെ 70 വർഷത്തെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത്. അതിൽ 2 ഘട്ടമായിട്ടാണ് ഇപ്പോൾ പോയത്. 3ാമത് അത് കഴിഞ്ഞിട്ട് ഈ യഹോയാക്കീൻ്റെ സഹോദരനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് രാജാവായി എന്ന് സിദക്കിയാവ് എന്ന് പറയുന്നത്. സിദക്കിയാവിൻ്റെ പേര് മഥന്യാവ് എന്നാണ് സിദക്കിയാവിൻ്റെ പേര്. ഈ ബാബേലുകാർ തന്നെ വന്ന് യഹോയാക്കീനെ പിടിച്ചുകൊണ്ടുപോയി, രാജമാതാവിനെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി. സിദക്കിയാവിനെ, സഹോദരനല്ല, അത് ചിറ്റപ്പനാണ്. എന്ന് പറഞ്ഞാൽ യഹോവാഹാസിൻ്റെയും അതുപോലെ യഹോയാക്കീമിൻ്റെയും ശല്ലൂം എന്ന് പറയുന്നൊരു മകനുണ്ട്. അദ്ദേഹത്തിൻ്റെയും സഹോദരനാണ് ഈ സിദക്കിയാവ്. യോശിയ രാജാവിന് 4 മക്കളാണ്. ശല്ലൂമിൻ്റെ പേര് ഇവിടെ നമ്മൾ വായിക്കുന്നില്ല. കാരണം ശല്ലൂം രാജാവായിരുന്നിട്ടില്ല എന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെ ആ ചിറ്റപ്പനെയാണ് അല്ലെങ്കിൽ ചെറിയച്ഛനെയാണ് ഇവിടെ രാജാവാക്കുന്ന, സഹോദരനല്ല. സിദക്കിയാവ് 21 വയസ്സായപ്പോഴാണ് രാജാവായത്. 11 വർഷം യെരൂശലേമിൽ രാജാവായിരുന്നു. ദൈവത്തിന് അനിഷ്ടമുള്ളത് ചെയ്തു. ഏറ്റവും മോശമായി, കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ യോശിയാവിൻ്റെ കാലത്തിന് ശേഷം ഏറ്റവും മോശമായി രാജഭരണം നടത്തുകയും ദൈവത്തിനെതിരെ പ്രവർത്തിക്കുകയും പുരോഹിതന്മാരിൽ പ്രധാനികളൊക്കെയും ജനവും ഒക്കെയും മ്ലേച്ഛതകളെയും പോലെ വളരെ അകൃത്യം ചെയ്യുകയാണ്. മുമ്പുള്ള പണ്ടത്തെ പല രാജാക്കന്മാരെ പോലും ദൈവത്തോട് മത്സരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആലയത്തെ അശുദ്ധമാക്കി പിതാക്കന്മാർ ദൈവമായ യഹോവയ്ക്ക് തൻ്റെ ജനത്തോടും തൻ്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ അവൻ്റെ ദൂതന്മാരെ ഈ സിദക്കിയാവിൻ്റെ അടുത്ത് അയക്കുന്നുണ്ട്. പ്രധാനമായിട്ട് അയക്കുന്നത് യിരെമ്യാ പ്രവാചകനെയാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഈ ചരിത്രമൊക്കെ വളരെ വിശദമായി തന്നെ നമുക്ക് വായിക്കാൻ കഴിയും, സിദക്കിയാവിൻ്റെ കാര്യം പ്രത്യേകിച്ചും. അപ്പോൾ അവിടെ യിരെമ്യാ പ്രവാചകനെ അടിക്കുന്നതും യിരെമ്യാ പ്രവാചകനെ പൊട്ടക്കിണറ്റിലിടുന്നതും അവിടുന്ന് യിരെമ്യാ പ്രവാചകനെ കയറ്റുന്നതും അവിടെ നെബൂസറദാൻ വരുന്നതും അങ്ങനെയുള്ള വിശദമായ ചരിത്രം നമുക്ക് യിരെമ്യാ പ്രവാചകനിലാണ് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജാക്കന്മാരുടെ പുസ്തകത്തിലും ഇതുപോലെ ചുരുക്കമായിട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അവിടുന്ന്
ഈ പറഞ്ഞ സിദെക്കീയാവിനെയും ബാബേലിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മളവിടെ ഇവർ വരുമ്പോഴത്തേക്ക് മതിലൊക്കെ ഇടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവർ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ സിദെക്കീയാവ് ഏറ്റവും മോശമായി, ഏറ്റവും നികൃഷ്ടമായി പ്രവർത്തിക്കുമ്പോൾ ഈ സിദെക്കീയാവിനെ കുറിച്ച് യെഹെസ്കേൽ പ്രവചനം 21-ാം അധ്യായത്തിൽ ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ യെഹെസ്കേൽ പ്രവാചകൻ ഇത് പറയുന്നത് ബാബേലിലെ പ്രവാസത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇത് എഴുതുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അതിൽ വായിക്കുന്നത് നിഹിതനും ദുഷ്ടനുമായി ഇസ്രായേലിൻ്റെ പ്രഭുവായുള്ളവേ, അന്ത്യാകൃത്യത്തിൻ്റെ കാലം വന്നിരിക്കുന്നതാണ്. അന്ത്യാകൃത്യത്തിൻ്റെ കാലത്ത് നിന്റെ നാൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, കിരീടം നീക്കുന്നതിനെ സംബന്ധിച്ച് ഇവിടെ വായിക്കുന്നുണ്ട്. ആ കിരീടം ഇവിടെ നീക്കുകയാണ്. നമ്മൾ വടക്കേ രാജ്യത്തെ രാജാവ് നീങ്ങിയിരുന്നത് ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ വായിച്ചു പോയപ്പോൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. അവിടുന്ന് ഏകദേശം 100 വർഷത്തിലധികം സമയമെടുത്തു ഇവിടെ യഹൂദയിലെ രാജാവിനെ മാറ്റുന്നു. അപ്പോൾ ആ ഒരു 100 വർഷത്തിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് യഹൂദയിലെ യെരുശലേമിലെയും രാജ്യത്വം അവസാനിക്കുകയാണ്. യഹൂദയിലെ രാജാവ് ഇല്ലാതാവുകയാണ്. ഈ സിദെക്കീയാവിന് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ ഇടയായതുകൊണ്ട് അവിടെ വെച്ച് പറയുന്നുണ്ട്, ഈ പുസ്തകത്തിലല്ല, യിരെമ്യാ പ്രവാചകൻ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ കീഴ്പ്പെട്ട് വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കീഴ്പ്പെടാൻ തയ്യാറാകാത്തത് കൊണ്ട്, പിടിക്കപ്പെട്ടതുകൊണ്ട് സിദെക്കീയാവിൻ്റെ കണ്ണ് പൊട്ടിക്കുന്നു, മക്കളെയെല്ലാം അയാളുടെ കണ്ണിൻ്റെ മുമ്പ് വെച്ച് കൊല്ലുന്നു. ഇതൊക്കെയും സംഭവിക്കുന്നത്. എന്നിട്ട് അങ്ങനെയാണ് ബാബേലിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ഈ കൽദയർക്ക് ശേഷം മേദ്യർക്ക് ശേഷം പാഴ്സികളും വരുന്നത് വരെ അവിടെ അവനും അവൻ്റെ പുത്രന്മാർക്കും അടിമകളായിരുന്നതാണ്. യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ഉണ്ടായ ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിൻ്റെ ശബത്തുകളെ അനുഭവിച്ചു കഴിയുവോളം തന്നെ. അപ്പോൾ ശബത്ത് എന്ന് പറഞ്ഞ സ്വസ്ഥതയാണ്. യഹൂദ എന്ന് പറയുന്ന ദേശം സ്വസ്ഥമായിരുന്നതാണ്. പിന്നെ അവിടെ ഒന്നുമില്ല, രാജാവില്ല, അനക്കമില്ല, ബഹളങ്ങളില്ല, പ്രവർത്തനങ്ങളില്ല, ഒന്നുമില്ല. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അങ്ങനെ കഴിഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നമ്മൾ വായിക്കുന്നത് പാഴ്സി രാജാവിൻ്റെ കാലത്ത്, അതായത് പേർഷ്യൻ രാജാവായ കോരശ് അഥവാ സൈറസിൻ്റെ കാലത്ത് ദൈവം അദ്ദേഹത്തിൻ്റെ മനസ്സുണർത്തി. കോരശ് ഒരു വിളംബരം പ്രസിദ്ധമാക്കി, സ്വർഗത്തിലെ ദൈവമായ യഹോവയുടെ ആലയം യെരുശലേമിൽ അത് പണിയാൻ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ അയക്കാം, അങ്ങനെ ആരെങ്കിലും താല്പര്യപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ പറയണം എന്നുള്ള ഒരു വിളംബരം അവിടെ അറിയിക്കുകയാണ്. ഈ കോരസിനെ പറ്റി യെശയ്യാ പ്രവാചകന്റെ പ്രവചന പുസ്തകത്തിലുണ്ട്. അത് യെശയ്യാ പ്രവചനം 44-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിലാണ്. അവിടെ ഈ കോരശ് ചെയ്യാനിരിക്കുന്ന ഈ കാര്യത്തെ സംബന്ധിച്ചുള്ളൊരു രചനയുണ്ട്. അതിങ്ങനെയാണ്: കോരശിൻ്റെ ഇടയൻ അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരുശലേം പണിയപ്പെടും, നിലത്തിന് അടിസ്ഥാനമിടും എന്നും ഞാൻ കൽപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അല്ലെങ്കിൽ അരുളപ്പാട് യെശയ്യാ പ്രവാചകൻ്റെ കൂടെ വന്നതാണ് നമ്മൾ വായിച്ചത്. ആ യെശയ്യാ പ്രവാചകൻ്റെ എഴുതിയ കാര്യമാണ് നമ്മൾ ഇന്നിപ്പം ഇവിടെ ദിനവൃത്താന്ത പുസ്തകം അവസാനത്തെ അധ്യായത്തിൽ കാണുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ കോരശിനെ സംബന്ധിച്ചും കോരശിൻ്റെ യെരുശലേമിൻ്റെ പണിയപ്പെടലിൻ്റെ ആരംഭത്തെ സംബന്ധിച്ചും അവിടുത്തെ വിളംബരത്തെ സംബന്ധിച്ചും പറഞ്ഞുകൊണ്ടാണ് ദിനവൃത്താന്ത പുസ്തകം തന്നെ അവസാനിക്കുന്നത്. അപ്പോൾ രാജാക്കന്മാരിൽ യഹൂദ രാജാക്കന്മാരുടെ മാത്രം, ആദ്യം നമ്മൾ ആരംഭത്തിൽ തന്നെ പറഞ്ഞതുപോലെ വടക്കേ രാജ്യമായ ഇസ്രായേലിലെ രാജാക്കന്മാരുടെ വൃത്താന്തമല്ല ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, മറിച്ച് യഹൂദയിലെ രാജാക്കന്മാരുടെ മാത്രം രാജ്യകാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ഭരണത്തെ സംബന്ധിച്ചാണ്, അവരുടെ ചരിത്രത്തെ സംബന്ധിച്ചാണ്, അവർ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ദിനവൃത്താന്ത പുസ്തകങ്ങൾ എന്ന് പറയുമ്പം ഇത് മുൻകാലങ്ങളിൽ ദിനവൃത്താന്ത ഒറ്റ പുസ്തകമായിരുന്നു. പിന്നീട് ബൈബിൾ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതർ അതിനെ 2 പുസ്തകമാക്കിയതാണ്. അങ്ങനെ ദിനവൃത്താന്തം എന്ന് പറയുന്ന 1-2 അധ്യായങ്ങളിൽ എൻ്റെ അവസാനത്തെ അധ്യായത്തോടു കൂടി ഈ പുസ്തകം ഇവിടെ അവസാനിക്കുകയാണ്.
രണ്ടാമത്തെ വായനാഭാഗം ഹോശേയ പ്രവചനം 4-ാം അധ്യായം. ഈ അധ്യായവും അതിനടുത്ത അധ്യായമൊക്കെ ഇസ്രായേൽ ജനത്തിന് നേരെയുള്ള ദൈവത്തിൻ്റെ കോപത്തെ സംബന്ധിച്ചും അവർക്ക് വരാനിരിക്കുന്ന ശിക്ഷാവിധിയും സംബന്ധിച്ച് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന ദേശത്തിലെ നിവാസികളോട് ദൈവത്തിന് യഹോവയ്ക്ക് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യമില്ല, ദയയില്ല, പരിജ്ഞാനമില്ല. ഒരു ആണയിടുന്നു, ഭോഷ്ക് പറയുന്നു, കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു, അതിലെ സകല നിവാസികളും വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവുകളും ക്ഷീണിച്ചു പോകുന്നു. അവരോട് ആരും വാദിക്കരുത്, ആരും ശാസിക്കരുത്. നിന്റെ ജനമോ പുരോഹിതനോട് വാദിക്കുന്നവരെ പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് ഒരേ സമയത്ത് പ്രവാചകനും നെയും ശിക്ഷിക്കും, ജനത്തെയും ശിക്ഷിക്കും. ഇവിടെ പ്രവാചകൻ നിന്നോടുകൂടെ ഇടറി വീഴും, അപ്പോൾ നീയും ഇടറി വീഴും. പ്രവാചകനും ഇടറി വീഴും, പുരോഹിതനും ഇടറി വീഴും. പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിച്ചിരിക്കുന്നു. ആ പുരോഹിതന്മാർ എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു. പാപത്താലാണല്ലോ ഇതൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. ആ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ ആലയത്തിലെ കാര്യങ്ങളല്ല നോക്കുന്നത്. ആ പുരോഹിതന്മാർ ഈ അന്യദൈവങ്ങളുടെ പുറകെയാണ് പോകുന്നത്. അന്യ ദൈവങ്ങൾക്കാണ് ജനം ധൂപം കാട്ടുകയും അവിടെ ദശാംശമോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. അത് പുരോഹിതനാണ് കിട്ടുന്നത്. അതാ ഇവിടെ പറയുന്നത്, അവരുടെ പാപം കൊണ്ട് നിങ്ങൾ ഉപജീവനം കഴിക്കുകയാണെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടിനും, ജനത്തിനും, ഇത് ചെയ്യുന്ന ജനത്തിനും അത് സ്വീകരിക്കുന്ന പുരോഹിതനും ഒരുപോലെ ഭവിക്കും. ഞാൻ അവരുടെ നടപ്പ് ശ്രദ്ധിച്ച് നോക്കി അവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പകരം കൊടുക്കും. അവർ ഭക്ഷിച്ചാലും തൃപ്തി പ്രാപിക്കില്ല, അവർക്ക് മക്കളുണ്ടാകുകയില്ല. കാരണം അവർ ദൈവത്തെ കൂട്ടാക്കുന്നത് വിട്ടുകളഞ്ഞുവല്ലോ. ഇങ്ങനെ ബുദ്ധിയില്ലാത്ത ജനം നശിച്ചു പോകുന്നു. അവർ വ്യഭിചാരം ചെയ്യുന്നു, സ്ത്രീകളോടും ദേശീയ സ്ത്രീകളോടും കൂടെ അവർ ബലി കഴിക്കുന്നു. ആലിൻ്റെയും പുന്നയുടെയും കരുവേലകത്തിൻ്റെയും ഒക്കെ കീഴിൽ ധൂപം കാട്ടുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ദൈവം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അവസാനം, ഇസ്രായേൽ ദുശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ദുശാഠ്യം കാണിച്ചാൽ യഹോവ അവർ ഒരു വിശാല സ്ഥലത്ത് കുഞ്ഞാടിനെ പോലെ മേയ്ക്കുകയില്ല. അങ്ങനെ മേയ്ക്കുകയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവം ഇവരെ നടത്തുന്നില്ല, ദൈവം ഇവരെ തള്ളിക്കളയാണ്, ദൈവം ഇവരെ ഉപേക്ഷിക്കുകയാണ് എന്നുള്ളതാണ്. എഫ്രൈം, ഇവിടെ എഫ്രൈം എന്ന പേര് ഇസ്രായേലിനെ മൊത്തമായിട്ട് തന്നെ പറയുന്ന ഒരു പേര് കൂടിയാണ് എഫ്രൈം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു. അവനെ വിട്ടുകളക എന്നാ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ വായിക്കുന്ന അധ്യായം യഥാർത്ഥത്തിൽ അടുത്ത നാളെ വായിക്കാനിരിക്കുന്ന അധ്യായത്തിൻ്റെ കൂടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അവസാനിക്കുന്നു എന്ന് പറയാനൊക്കത്തില്ല. ഇതിനെ സംബന്ധിച്ച് ബാക്കി നമ്മൾ നാളെ 5-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന പുരോഹിതന്മാരെ കേൾപ്പിൻ, ഇസ്രായേൽ ഗ്രഹമേ ചെവിക്കൊള്ളുവിൻ, രാജഗ്രഹമേ ചെവിതരുവിൻ. നിങ്ങൾ മിസ്പായ്ക്കൊരു കെണിയും താബോരിന്മേൽ വിരിച്ച വലയുമായി തീർന്നത് കൊണ്ട് ന്യായവിധി നിങ്ങൾക്ക് വരുന്നു. അപ്പോൾ ഈ ന്യായവിധി നമ്മൾ ഇന്ന് 4-ാം അധ്യായത്തിൽ വായിക്കുന്ന ന്യായവിധി ശിക്ഷ, അത് നമ്മൾ തുടർന്ന് നാളത്തെ വായനയിലും 5-ാം അധ്യായത്തിലും വായിക്കുകയാണ്. 3-ാമത്തെ വായനാഭാഗം അപ്പോസ്തലപ്രവൃത്തിയിൽ 20-ാം അധ്യായം. ആ കലക്കം ഓർമ്മയുണ്ടല്ലോ. ഇന്നലെ അവിടെ പൗലോസിനെതിരെ ഉണ്ടായ കലക്കം, പട്ടണമേനവൻ്റെ ഇടപെടലാൽ അത് അമർച്ച ചെയ്യപ്പെട്ടു. ആ കലഹം ശമിച്ച ശേഷം ഇപ്പോൾ നമ്മൾ ഇന്ന് വായിക്കുന്ന 20-ാം അധ്യായം, പൗലോസ് ശിഷ്യന്മാരെ കൂട്ടി വരുത്തി പ്രബോധിപ്പിച്ചിട്ട് യാത്ര പറഞ്ഞ് മക്കദോന്യയ്ക്ക് പുറപ്പെട്ടു പോയി. അപ്പം മക്കദോന്യ പ്രദേശത്ത് പോയി അവിടുന്ന് യവനദേശത്ത് ഏകദേശം 3 മാസം കഴിച്ചിട്ട് സുറിയയ്ക്ക് കപ്പൽ കയറി പോകുവാൻ ഭാവിക്കുമ്പോഴാണ് യഹൂദന്മാർ ഇവിടെയും പൗലോസിന് നേരെ കൂട്ടുകെട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പം പിന്നെ മക്കദോന്യ വഴി പോകാൻ തീരുമാനിച്ച് അങ്ങനെ ആണ് പിന്നെ യാത്ര മാറ്റുകയാണ്.
അവിടെ കൂടെ പോയവരുടെ കൂട്ടത്തിൽ സോപത്രോസ്, പിന്നെ അരിസ്തർഹോസ്, സെക്കുന്തോസ്, ഗായോസ്, തിമത്തിയോസ്, തുഹിക്കോസ്, ത്രോഫിമോസ് ഒക്കെ ഒരു ആസ്യ വരെ പൗലോസിൻ്റെ കൂടെ പോയി. അവർ മുമ്പേ പോയി ത്രോവാസിൽ ഞങ്ങൾക്കായി കാത്തിരുന്നു. അപ്പം നേരത്തെ ലൂക്കോസ് കൂടെ ഉണ്ടായിരുന്നതിനെ കുറിച്ച് നമ്മൾ വായിച്ചല്ലോ. അപ്പോൾ ലൂക്കോസ് ഇപ്പം കൂടില്ല. അവനോടുകൂടെ പോയി അവർ മുമ്പേ പോയി ത്രോവാസിൽ ഞങ്ങൾക്കായി കാത്തിരുന്നു. അപ്പോൾ അവർ മുമ്പേ പോവുകയാണ്. എന്നിട്ട് പോയി ത്രോവാസിൽ ഞങ്ങൾക്കായി കാത്തിരുന്നു. ഞങ്ങളോ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഫലത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫിലിപ്പിയയിൽ നിന്ന് കപ്പൽ കയറി 5 ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുക്കലെത്തി. 7 ദിവസം അവിടെ പാർത്തു. അപ്പോൾ ഇവിടെ ഈ ഞങ്ങളെന്ന് പറയുമ്പം ഓർത്തോണം അവിടെ ലൂക്കോസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ വെച്ചാണ് യൂത്തിക്കോസ് എന്നൊരു യുവാവ് മതിൽ നിന്ന് വീണ് മരിച്ചതുപോലെ ആകുന്നത്. പ്രസംഗം നീണ്ടുപോയത് കൊണ്ടാണ്. പ്രസംഗം നീണ്ടുപോയി, പാതിരാവരെയും പ്രസംഗം നീണ്ടുപോയി. തട്ടിൽ നിന്ന് വീണു എന്നാണ് വായിക്കുന്നത്. വീണു, മരിച്ചവനെ എടുത്തുകൊണ്ട് വന്നു. പക്ഷേ അവിടെ പൗലോസ് പ്രവൃത്തിയാൽ ഒരു ജീവനുണ്ടോ എന്ന് പറയുന്നു. ജീവനുണ്ടോ, മരിച്ചിട്ടില്ല. അവന് ശരീരം ചൂടാക്കി, അങ്ങനെ ബാലിന് ജീവനുണ്ടാകുകയും ചെയ്തു. അത് കഴിഞ്ഞ് വായിക്കുന്നത്, ഞങ്ങൾ മുമ്പായി കപ്പൽ കയറി പൗലോസിനെ അസസോസിൽ വെച്ച് കയറ്റിക്കൊള്ളുവാൻ വിചാരിച്ച് അവിടേക്ക് ഓടി ഞങ്ങൾ. അപ്പോൾ അതിൽ ലൂക്കോസ് ഉണ്ട്. അസോസിൽ ഞങ്ങളോട് കൂടി ചേർന്നപ്പോൾ അവനെ കയറ്റി മിഥുലേനയിലെത്തി. അവിടെ നിന്ന് നീക്കി പിറ്റേന്നാൾ ഖായോസ് ദ്വീപിൻ്റെ തൂക്കിലെത്തി. ഈ സ്ഥലങ്ങൾ വായിക്കുന്നത് ഞാൻ മാപ്പിൻ്റെ കാര്യം പറഞ്ഞില്ല. മാപ്പിൽ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും, അതുകൊണ്ടാണ്. പിറ്റേന്നാൾ സമോസ് ദ്വീപിലെത്തി. അത് കഴിഞ്ഞ് മിലേത്തോസിലും എത്തി. കഴിയുമെങ്കിൽ പെന്തക്കോസ് നാളേക്ക് യെരുശലേമിൽ എത്തേണ്ടതിന് പൗലോസ് ബന്ധപ്പെടുകയായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഉദ്ദേശം പൗലോസിനുണ്ട്, പെട്ടെന്ന് അവിടെ പെന്തക്കോസ് നാളിൽ യെരുശലേമിൽ എത്തണം. അപ്പോൾ എഫസോസിലെടുക്കാതെ ഓടണമെന്നൊക്കെ വിചാരിച്ചു. മിലത്തോസിൽ നിന്ന് ഒരു സംഭവം ഉണ്ടാകുന്നു. അവൻ എഫസോസിലേക്ക് ആളയച്ച് എഫസോസിലെ സഭയിലെ മൂപ്പന്മാരെ അവിടെ വരുത്തി. അവരെല്ലാം വന്നു ചേർന്നപ്പം അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, തന്നെക്കുറിച്ച് പറഞ്ഞു, അവരുടെ പഴയ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആസയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി എങ്ങനെ ഇരുന്നുവെന്നും വളരെ താഴ്മയോടും കണ്ണീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നുവെന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളെ അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി. അപ്പം മനസ്സിൽ ഭയങ്കരമായ തീവ്രമായ ചിന്ത യെരുശലേമിലേക്ക് പോകണമെന്ന്. അതാണ് ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും എന്നോട് പറയുന്നുണ്ട്. പക്ഷേ അവിടെ എന്താണ് നേരിടാനുള്ളതെന്ന് ഞാൻ ഒരിക്കലും അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എങ്ങനെയെങ്കിലും ക്രിസ്തു എനിക്ക് തന്ന സുവിശേഷത്തിൻ്റെ ഓട്ടം തികയ്ക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ. വേറൊരു കാര്യം അവരോട് പറയുന്നവർക്കെല്ലാം സങ്കടകരമായൊരു കാര്യം പറയുന്നത്, ദൈവരാജ്യം നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ഇനി ആരും കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. അപ്പോൾ ഇത് ഇവരോട് പറയുന്നതാണെങ്കിൽ നമുക്കും ബാധകമായൊരു കാര്യമാണ്. ഏതാണ് അത്? ആരെങ്കിലും നശിച്ചു പോയാൽ പൗലോസോ യേശുവോ ഈ പ്രവാചകന്മാരോ നമ്മെ പഠിപ്പിച്ചവരോ ആരും അതിന് ഉത്തരവാദികളല്ല, നമ്മൾ തന്നെയാണ് അതിന് ഉത്തരവാദി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു വന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളണം. സൂക്ഷ്മതയോടെ ഇരിക്കണം. കാരണം ഞാൻ പോയതിനു ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഈ ചെന്നായുടെ ഒരു കാര്യമുണ്ടല്ലോ, ആട്ടിൻ തോലാണ് ഇങ്ങനെ ചെന്നായ എന്ന് പറയും. പക്ഷെ അവിടെ
ചെന്നാൽ ഏതാണ് ആടേതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രീതിയിൽ ഇരിക്കും. പക്ഷെ അവിടെ ഈ സഭയ്ക്കകത്ത് തന്നെ ഇത്തരം കൊടിയ ചെന്നായ്ക്കൾ ഉണ്ടാകും, അല്ലെങ്കിൽ എഴുന്നേക്കും, അല്ലെങ്കിൽ വരും എന്നാണ് പറയുന്നത്. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. കണ്ടോ, നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിക്കണം, ജാഗ്രത വേണം. ഏതെങ്കിലും ഉപദേശങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അതിനെ സൂക്ഷിക്കണമെന്നാണ്. ഇപ്പം ഓരോരുത്തും സഭകൾ പലതരം ഉപദേശങ്ങളാൽ ചിന്നിപ്പോയിട്ടുണ്ട്. അത് നമ്മുടെ ദേശത്തിലായാലും ഇതൊക്കെയും സ്നേഹത്തിൽ തുടർന്നു പോരേണ്ട സഹോദരങ്ങൾ തമ്മിൽ ഏതെങ്കിലും നിസ്സാര കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളാൽ അകന്ന് ശത്രുക്കളായി മാറുന്ന സ്ഥിതി പലയിടത്തും കാണാൻ കഴിയും. അതുതന്നെയാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ മുൻകൂട്ടി തന്നെ അതിനെക്കുറിച്ച് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്, ആ ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നത്. ഇത് നമുക്കും ബാധകമാണ്. നമ്മളും സൂക്ഷിക്കേണ്ടതാണ്. വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞോ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞോ നമ്മൾ അടിസ്ഥാനപരമില്ലാത്ത കാര്യം അല്ലെങ്കിൽ ആവശ്യമായ കാര്യങ്ങൾ, ഇപ്പം പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മളൊരു ഇതാണ് സത്യമെന്ന് പറഞ്ഞ് മനസ്സിലായിട്ട് വിശ്വസിച്ച് ഈ വിശ്വാസത്തിലേക്ക് വന്നവരാണ്. അപ്പോൾ അതിനുശേഷം ആ ബൈബിളിൽ ഇല്ലാത്ത ചില കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ കാര്യങ്ങളോ കൊണ്ടുവന്നാൽ അതിനെ ഇഴകേറി പരിശോധിക്കേണ്ടതൊക്കെ തന്നെ. പക്ഷെ പരിശോധിച്ചിട്ട് അതിനെ എല്ലാവരും കൂടി ഒരു ധാരണയിലെത്തുന്നതാണ് ഏറ്റവും നല്ലത്. മറിച്ച് 2 പക്ഷമുണ്ടാകുന്നു, 3 പക്ഷമുണ്ടാകുന്നു. അങ്ങനെ സഭകൾ ഒരേ പേരിൽ തന്നെ ഇരിക്കുന്ന സഭകൾ തന്നെ പലതായൊക്കെ ഈ പിരിഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ട്. യഥാർത്ഥ സത്യവിശ്വാസം നിൽക്കുന്ന സഭകൾക്കും ഇതൊക്കെയും സംഭവിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത്, ഞാൻ 3 സംവത്സരം രാപകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തം കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളി. ഇവർ 3 വർഷത്തോളം ഇരുന്നാണ് ഈ സഭ അവിടെ പണിഞ്ഞതെന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പം ഈ മൂപ്പന്മാരെ നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്നു, നിങ്ങൾക്ക് ആത്മീക വർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ ഇപ്പോൾ ഭരമേൽപ്പിക്കുന്നു. ആരുടെയും വെള്ളിയോ, എന്നിട്ട് പറയാണ്, ഞാൻ ആരുടെയും വെള്ളിയും പൊന്നും വസ്ത്രമൊന്നും മോഹിച്ചിട്ടില്ല. എൻ്റെ മുട്ടിന് എനിക്ക് വേണ്ടി മാത്രമല്ല എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ അധ്വാനിച്ചാണ് ജീവിച്ചത്. അത് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും യേശുക്രിസ്തു പറഞ്ഞതുപോലെ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ഭാഗ്യം എന്ന് ക്രിസ്തു പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണം. അല്ലാതെ എല്ലാവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് മേടിക്കുകയല്ല, അങ്ങോട്ട് കൊടുക്കാനുണ്ടാകണം എന്നുള്ള ബോധ്യം. അങ്ങോട്ട് കൊടുക്കുന്നതാണ് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത്, ഭാഗ്യം, അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് ഓർക്കണം. അതുകൊണ്ട് കൊടുക്കാൻ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ദൃഷ്ടാന്തമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് യാത്ര അയച്ചു. പക്ഷെ അതിനിടയ്ക്ക് അവർ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവരെല്ലാവരും വലിയ ദുഃഖത്തിലും സങ്കടത്തിലുമായി പൗലോസിനെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചൊക്കെയാണ് കണ്ണീരോടുകൂടിയാണ് പൗലോസിനെ അവിടെ നിന്ന് അയക്കുന്നത്. അപ്പോൾ ഇപ്പം ഇതൊക്കെ വലിയ സ്നേഹമൊക്കെയാണ്, സത്യസന്ധമായ സ്നേഹമാണ് ഒക്കെയാണ്. പക്ഷേ നാളെ ഈ പൗലോസിനെ തന്നെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ പൗലോസ് പഠിപ്പിച്ചത് ശരിയല്ല എന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് അവിടെ കൊടുക്കുന്നത്. അപ്പം പൗലോസ് പഠിപ്പിച്ചായാലും ആര് പഠിപ്പിച്ചായാലും എന്ത് പഠിപ്പിച്ചു എന്നുള്ള കാര്യമാണ്. ആ പഠിപ്പിച്ച ആശയങ്ങളെ സംബന്ധിച്ച്, പഠിപ്പിച്ച ഉപദേശങ്ങളെ സംബന്ധിച്ച്, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ സംബന്ധിച്ചാണ് അവിടെ ഒരു ചോദ്യം ചെയ്യപ്പെടൽ ഉണ്ടാകാൻ പോകുന്നത്. അത് പൗലോസിനെയല്ല ബാധിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ ഉപദേശത്തെയാണ് ബാധിക്കുന്നത്. പക്ഷേ അത് പൗലോസാണ് പഠിപ്പിച്ചത് എന്നുള്ളതുകൊണ്ട് പൗലോസ് അതിനകത്ത് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അത് ഒക്കെയും ഇവരെ ബോധ്യപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഇപ്പോഴുള്ള സ്നേഹം അവർ യഥാർത്ഥ സ്നേഹം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നന്ദി. 3 വായനാ ഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. നാളെ പുതിയ വായനാ ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായി ഇരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.